സാധാരണ ജോലിക്ക് പോകുന്ന ആളുകളെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഓട്ടോ ഡ്രൈവർ, പെയിന്റിങ്, കൽപ്പണിക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെ പല ആളുകളെയും വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. എന്റെ പേര് സുരേഷ് എന്നാണ്. സ്ഥലം പുത്തൂർമടം, പന്തിരങ്കാവിനടുത്ത് പുത്തൂർമടത്തിലാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു. എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് രഞ്ജിത് ബാലു സാർ, അതുപോലെ ബൈജു കുറ്റിക്കാട്ടൂർ, ഇവരാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ അവർക്ക് നന്ദി പറയാണ്. ദൈവത്തിനും നന്ദി പറയുന്നു. കാരണം അവരെ എന്റെ മുന്നിൽ എത്തിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ബിസിനസ് അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഫാത്തിമ മേഡത്തിനെയും അതുപോലെ തന്നെ എൽസ മേഡം, നസീഫ് സാറ്, ഇതിലുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇസ്മായിൽ സാറ്, അങ്ങനെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഇവരൊന്നും എനിക്ക് കാണാനോ അല്ലെങ്കിൽ ഒരു പക്ഷെ പരിചയപ്പെടാനോ പറ്റിയെന്ന് വരില്ലായിരുന്നു. ശരിയല്ലേ? നമ്മൾ ഈ ഒരു ബിസിനസ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുമായിരുന്നോ? അല്ലേ പരിചയം ഉണ്ടാവുമായിരുന്നോ? ഒരു സാഹചര്യം കിട്ടിയത് നമുക്ക് ഈ ബിസിനസ്സിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ദൈവത്തിൽ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു ജോലി. അത് ചെറിയ തോതിൽ പണിക്ക് ഒരാളെ കൂടെ പോയി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചെറിയ 1-2 പണിക്കാരൊക്കെ വെച്ചിട്ട് ചെറിയ തോതിൽ ഒരു കോൺട്രാക്ട് വർക്ക് പോലെ തുടങ്ങി. അങ്ങനെ കുറച്ച് പണികളൊക്കെ എഞ്ചിനീയർ അടുത്തുനിന്ന് കിട്ടി തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരണം എന്നുള്ള ഒരു ചിന്താഗതി വന്നു തുടങ്ങിയത്. അത് എപ്പോഴാ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, നമുക്ക് വലിയ വലിയ വീടുകളെ പണിയൊക്കെ എടുക്കാണ്ടാവുമല്ലോ. നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പൊ വലിയ വലിയ വീടിന്റെ പണിക്കൊക്കെ പോകുമ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇങ്ങനത്തെ ഒരു വീട് നമുക്കും ഉണ്ടാക്കണ്ടേ എന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങും. എന്നാൽ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ജോലിയിലോ നമുക്ക് എവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിഞ്ഞു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മളിതില് എത്ര പേരുണ്ടോ, അവരെല്ലാം ചെയ്യുന്ന ജോലി എത്ര കാലം ചെയ്ത് എന്തെല്ലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ, തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കുടുംബം നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആ ഒരു ജോലി മോശമാണെന്ന് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ജോലിയും മോശമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾക്ക് ജോലിക്ക് പോയോ അത്ര കാലം കൊണ്ട് നമുക്ക് എത്ര മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ജോലി ചെയ്താലുള്ള പ്രത്യേകതകൾ ഞാൻ നോക്കുന്നത്, വീട്ടില് നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മളെ വീട്ടില് നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആരും പട്ടിണി ആവില്ല എന്നുള്ള കാര്യത്തില് ഒരു ജോലിക്കാരൻ എന്നുള്ള ലെവലില് നമുക്ക് അഭിമാനിക്കാം. ഞാൻ അങ്ങനെയാണ് ആ ഒരു കാര്യത്തെ കണ്ടിട്ടുള്ളത്. കാരണം ആ ജോലിക്ക് പോകുന്നത് ആരാണോ ആ വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് ആ വീട്ടിലെ എല്ലാ ആളുകളും ജീവിക്കുന്നതെങ്കിൽ, ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ 3 മക്കള്, ഭാര്യ, അച്ഛനമ്മ, ഇവരടങ്ങുന്നതാണ് എൻ്റെ ജീവിതം, കുടുംബം. അപ്പൊ ഈ കുടുംബത്തില് ഞാനെന്ന വ്യക്തിയിലൂടെയാണ് ആ കുടുംബം പുലരുന്നത്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ, എന്നിലേക്ക് എന്ത് വരുമാനം വരുന്നോ അതിനനുസരിച്ചാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുക. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ നമുക്ക് പണിക്ക് പോകുന്ന ആ വ്യക്തിക്ക് ഒരുപക്ഷെ പണിക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ ആ വീടിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ ഓരോ വീടിന്റെ ജോലി ചെയ്യുമ്പോഴും വലിയ വലിയ വീടുകളും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരുപാട് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ പറയുകയാണെങ്കിൽ 25 വർഷത്തോളം ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ആയിരുന്നു. 25 വർഷം. അപ്പൊ കുറച്ച് കാലയളവ് അല്ല. അപ്പൊ അത്രയും കാലം ഞാൻ ജോലി ചെയ്തിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ വീടുകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് എഞ്ചിനീയർമാരെ കൂടെ നിന്നിട്ടും. അവസാനം ഞാൻ ഈ ബിസിനസ്സിലേക്ക്, മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന്റെ കുറച്ച് മുന്നേ ഹൈലൈറ്റ് മാളിലെ ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞ അതിന്റെ തൊട്ട് ബാക്കിലുള്ള വലിയ ബിൽഡിങ്ങിന്റെ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 10-12ഓളം പണിക്കാരുണ്ട് ആ സമയത്ത്. അപ്പോ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, 25 വർഷം ഞാൻ ജോലി ചെയ്തിട്ടും ഞാൻ നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു തറവാട്, ഞങ്ങളൊരു ഓടിട്ടൊരു വീടായിരുന്നു. ആ വീട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാന് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോഴും ഒരു തിരിച്ചറിവില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മളാരും പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രത്യേക
കോഴ്സ് ഒന്നും ഇതിന് തരുന്നില്ലല്ലോ. നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിത്തം കഴിഞ്ഞ എന്താ ജോലി നോക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ പഠിച്ച് കയറാൻ പറ്റിയില്ലെങ്കിൽ സാധാരണ കൂലിപ്പണിക്കോ ഡ്രൈവർ പണി, പെയിന്റിങ് ഇത്തരം കാര്യങ്ങൾക്ക് പോവാന്നുള്ളതാണ് നാട്ടു നടപ്പ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഞാനും ചിന്തിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെ ഇറങ്ങിയതാണ് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറ്റം വരുത്താൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ആരും പ്രത്യേകിച്ച് നമുക്കൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. കാരണം നമുക്ക് വീട്ടിലാണേലും അച്ഛനും അമ്മയൊക്കെ അവരുടേതായ രീതിയിൽ ജീവിച്ച് വളർന്ന ആളുകളാണ്. അപ്പൊ അവര് നാട്ടിലെ സാധാ പണിക്ക് പോയി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കും പ്രത്യേകിച്ച് നമുക്കൊരു ഉപദേശം തരാനില്ല. എന്നാൽ നമ്മൾ നാട്ടിലിറങ്ങി പല ആളുകളും ചങ്ങാത്തം ഉള്ളത് കൊണ്ട് അവരൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാലോ അതിനുള്ള ഫണ്ടുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് എങ്ങനെ മാറ്റം വരുത്തണം ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ കരാർ പണിയാണല്ലോ, സൈറ്റിൽ പോകും. അതിന്റെ കൂടെ സൈറ്റിലേക്ക് കല്ലടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്ലിന്റെ കോറി തുടങ്ങി. ആ കല്ലിന്റെ കോറി തുടങ്ങി തുടക്കത്തിൽ നല്ല വരുമാനമൊക്കെ ഉണ്ടായിനി. ഞാൻ ഷഫീർ അലി എന്ന് പറഞ്ഞ എന്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ കുറച്ച് ദിവസം നല്ല വരുമാനം ഉണ്ടെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ആ കല്ലും കോറിയിൽ അതിന്റെ സെന്ററിലൂടെ അതിൽ അങ്ങനത്തെ വർക്കുള്ളവർക്ക് മനസ്സിലാവും, നടുക്കൂടെ ഒരു സ്ക്രാച്ച്, ആ നിലത്തിന് ഒരു സ്ക്രാച്ച് ഉണ്ടായപ്പോ കല്ല് എടുക്കുന്നത് ഫുള്ള് പൊട്ടിപ്പോകുന്ന സാഹചര്യമായി. അതില് ശരിക്കും പറഞ്ഞാൽ കയ്യിലുള്ള കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ആ വഴിക്ക് പോയി, നഷ്ടപ്പെട്ടു. അപ്പോഴാണ് മനസ്സിലായ ഇത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്ന്. ഞങ്ങൾ അന്ന് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിസാനൊക്കെ ഉണ്ടായിന്. എന്നതിന് ശേഷം ഞാൻ ഒരു മീൻ കച്ചവടം എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോയി നോക്കി, മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മാർക്കറ്റിൽ എനിക്ക് കുറെ അറിയുന്ന ആളുകളുണ്ടായി, പുതിയാപ്പ, ബേപ്പൂരൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിനടുത്ത് കോവൂർ MLA റോട്ടിൽ ഒരു മീൻ കച്ചവടം തുടങ്ങി. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല രീതിയിൽ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ബിസിനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ ആ ബിസിനസിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത് കേട്ടോ. അന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു മേഖലയെ കുറിച്ച് അറിഞ്ഞാലാണല്ലോ കമ്പയർ ചെയ്യുക. അപ്പൊ ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ചിന്തിക്കുന്നത്. അന്ന് ഞാൻ ചെയ്ത കച്ചവടം എന്നെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോവൂര് മാർക്കറ്റിലുള്ള വലിയ കച്ചവടക്കാര് അവരെ ആപ്പയില്, അതായത് കൂടുവണ്ടിയിൽ എന്റെ തട്ടിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ടിട്ട് ഏറ്റവും വില കുറവിൽ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മാർക്കറ്റിൽ നമ്മൾ 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ എടുക്കുന്ന മത്തി 50 രൂപയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ മിനിമം ഇവിടെ 100 രൂപ അല്ലെങ്കിൽ 70 80 രൂപയ്ക്ക് നമ്മൾ ഇവിടെ വിൽക്കും കിലോന്. ആ റേഞ്ചിൽ വിൽക്കുന്ന സാഹചര്യത്തിൽ അന്നത്തെ ഇതാ പറഞ്ഞ കേട്ടോ, കുറച്ച് മുന്നുള്ള കാര്യമാണ്. അപ്പോ ആ സാഹചര്യത്തിൽ അവര് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന അതേ റേറ്റിൽ എന്റെ മുന്നിലിട്ട് വിൽക്കും. അപ്പൊ എങ്ങനെ ഉണ്ടാവും? എന്റെ കച്ചവടം എങ്ങനെ ഉണ്ടാവും? അപ്പൊ എന്റെ കച്ചവടം കൂട്ടുന്ന സാഹചര്യത്തിലാവും. 1-2-3 ദിവസം തുടർച്ചയായിട്ട് അവർ ചെയ്യും. അത് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തു, നല്ല അങ്ങാടിയിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്റെ തട്ട് മുടക്കി കഴിഞ്ഞാൽ അവർ അടുത്ത അങ്ങാടി പോയിട്ട് അവർ വില കൂട്ടി വിറ്റിട്ട് അവരെ ലാഭം കണ്ടെത്തും. എന്നാൽ എനിക്കിവിടെ ഫുള്ള് നഷ്ടമായിട്ട് വരും. ഇങ്ങനെ ഒരു 2 ആഴ്ച തുടർന്നപ്പോഴത്തേനും എനിക്ക് എന്റെ കച്ചവടം പൂട്ടണം എന്നുള്ള കണ്ടീഷൻ ആയി തുടങ്ങി. കാരണം നമുക്കൊന്നും വീട്ടിൽ നിന്ന് അധികം ഫണ്ട് ഇറക്കാനില്ലല്ലോ. അപ്പൊ അവരെ പൊട്ടിക്കാൻ നിന്നാൽ നമ്മൾ പൊട്ടിപ്പോന്നുള്ള കാര്യം ആദ്യം അറിയണതിനോണ്ട് ആ കച്ചവടം ഞാൻ കുറച്ച കാലമൊക്കെ മുന്നോട്ട് ഉന്തിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ അത് പൂട്ടി. പൂട്ടി വീണ്ടും ഞാൻ എന്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത അപ്പോഴും ഉണ്ട്. കാരണം ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. പക്ഷെ കരാറ് പണി എടുത്താൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊന്നും പറയില്ല കേട്ടോ. പക്ഷെ കരാറ് പണിയിൽ നമ്മള് ചില കാര്യങ്ങളുണ്ട് ഇതില്. അതായത് നമുക്ക് ചില സൈറ്റിൽ നിന്നും ഫണ്ട് പൂർണ്ണമായിട്ട് കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. എല്ലാ സൈറ്റിൽ നിന്നും ഫണ്ട് പൂർണ്ണമായിട്ട് കിട്ടൂല. എഞ്ചിനീയർമാരെ കൂടെ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പല സൈറ്റിൽ നിന്നും ഫണ്ട് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും. 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ കിട്ടാനുള്ള ഫണ്ട് 2 ലക്ഷം കിട്ടാനുള്ള ചിലപ്പോ 50,000 മാത്രം തന്ന് നമുക്ക് അടുത്ത സൈറ്റിൽ നിന്ന് ക്ലിയർ ചെയ്യാന്ന് പറയും. അങ്ങനെ ഒഴിഞ്ഞു പോകുന്നതിനോണ്ടാണ് നമുക്കൊന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ. അതുപോലെ നമുക്ക് തറപ്പിച്ച് ഒരാളോട് സംസാരിച്ച് മേടിക്കാൻ മടിയായിരുന്നു. കാരണം എല്ലാവരും അത്രയും സൗഹൃദമായിട്ട് നിൽക്കുന്നതിനോണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ അത്തരം മേഖലയിലൊക്കെ നമ്മൾ ആളുകളെ മുഖം നോക്കാണ്ട് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നമുക്ക് പറ്റാത്തതിനോണ്ട് ആ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ ആണ് ഈ രഞ്ജിത്ത് ബാലു സാറും ബൈജു സാർ എന്റെ കൂടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളായിരുന്നു. STC ലീഡറാണ്. അവരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് സുരേഷ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ് എനിക്ക് മോന് ആസ്മ അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതില് കവചം എന്ന് പറഞ്ഞ ലേഹ്യവും കപ്നീൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും വാങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, ഇപ്പോ സാഹചര്യം മോശമാണ് പറഞ്ഞു. കാരണം ആ സമയത്ത് പണമില്ല. ഞാൻ ആ മീൻ കച്ചവടം കഴിഞ്ഞ് കുറച്ചൊന്ന് ക്ഷീണമായി നിൽക്കുന്ന സമയത്താണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് ചാടി ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞില്ല. എങ്കിലും
ID ക്രിയേഷൻ അന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞാട്ടെ എന്ന് പറഞ്ഞു, ഫണ്ട് അറേഞ്ച് ചെയ്യട്ടെ, ഞാൻ വൈഫും കൂടെ ആലോചിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ കവചം എന്ന് പറഞ്ഞ ലേഖ്യം മോന് കൊടുത്തപ്പം ആസ്മ അലർജിക്ക് ഭയങ്കര ചേഞ്ച് വന്നു. അതുപോലെ കഫ്നീൽ കൊടുത്തപ്പോ കഫം കുറെ പുറത്തേക്ക് പോന്ന്. എന്നതിന് ശേഷം അവന് ശ്വാസമുട്ടലിന് ഭയങ്കര മാറ്റം വന്നപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ഒന്ന് പോയി നോക്കാം, അവരിങ്ങനെ പറയുന്നുണ്ട് നല്ല പ്രോഗ്രാം ആണെന്നൊക്കെ. അങ്ങനെ ഞാൻ കോഴിക്കോട് നളന്തയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇതിന്റെ പ്രോഗ്രാം കേൾക്കുകയും ഇതൊരു ബിസിനസ് ആണെന്നും ഇത് ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും വിശ്വസിച്ചു. ഇതില് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബിസിനസിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു വിശ്വാസമല്ലാത്ത ഒരു സംഭവത്തിലും നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി. നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് പഠിച്ചെടുക്കാണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഇതിന് പറയുന്ന ട്രെയിനിങ്ങുകൾക്കെല്ലാം ഞാൻ പങ്കെടുത്തു. അത് മൂന്നാമത് ഇതിൽ പുതിയ ആളുകളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. മൂന്നാമത് നമ്മൾ ലീഡേഴ്സ് പറയുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. കാരണം വിജയിക്കണമെങ്കിൽ അത് നിർബന്ധമാണ്. നമ്മൾ ലീഡേഴ്സ് പറയുന്ന ഏതൊക്കെ മീറ്റിങ്ങുകൾ ഉണ്ടോ ട്രെയിനിങ്ങുകൾ ഉണ്ടോ നമുക്ക് ഏറ്റവും മടി ഉണ്ടാവുക അതിന് പോയിരിക്കാനായിരിക്കും. എന്നാൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വിജയിക്കാൻ കഴിയില്ല. ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമുക്ക് കിടന്നുറങ്ങുന്നത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ സമയം കിടന്നുറങ്ങിയാൽ നമുക്ക് വരുമാനമൊന്നും കിട്ടൂല. എന്നാൽ നമുക്ക് കിടന്നുറങ്ങുന്നത് ഇഷ്ടമാണെങ്കിൽ പോലും ആ ഇഷ്ടത്തിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് നമ്മൾ ഈ കാര്യം ഇപ്പം തന്നെ എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതിന്റെ ട്രെയിനിങ്ങുകളും എന്തൊക്കെ ട്രെയിനിങ്ങുകൾ ഉണ്ടോ അത് കേട്ട് കഴിഞ്ഞ് ഇനി ആളെ ടീം എന്നൊന്നുമില്ല കേട്ടോ. ആരെ ടീം ഞാൻ ആരൊക്കെ ടീമിൽ ഞാൻ ട്രെയിനിങ്ങിന് മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. ഗ്രൂപ്പിലോ എവിടെയെങ്കിലും ഇന്ന സ്ഥലത്ത് FSS ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന ലീഡറെ വിളിച്ച് സാറേ ഞാൻ എന്റെ ടീമിൽ നിന്ന് ഒരാളെ കൂട്ടി വരട്ടെ, അന്നൊക്കെ ഒരാളെ എങ്ങനെങ്കിലും വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിച്ചിട്ടുണ്ട്. ആ കൂടെ അവിടെ ഇരുത്തിക്കുന്ന കൂടെ അവരെ കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാനും കൂടെ കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ്, ഞാനും കൂടെ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനൊരു 2 ഡേ ട്രെയിനിങ് നമ്മുടെ ടീമിൽ ആരെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവിടെ ഒരു പുസ്തകവും പേനയായിട്ട് ഏറ്റവും ബാക്കിൽ ഒരു സീറ്റ് ഇട്ടിട്ട് ഞാൻ ഇരുന്ന് കേൾക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട വാക്കുകൾ എഴുതിയെടുക്കാറുണ്ട്. നമ്മൾ ഇതിൽ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ള നിർബന്ധമാണ്. ഇതിൽ നല്ല ഏത് മേഖലയും നമ്മൾ എന്ത് മേഖല എടുത്ത് നോക്കിയാലും നമുക്കറിയാം. ഒരു പെയിന്റിങ് മേഖല ആയാലും നമ്മൾ പണിക്ക് ചെല്ലുന്ന പാടെ നമ്മൾ പെയിന്റ് അടിക്കാൻ നമ്മളെ കയ്യിൽ ആരും തരൂല ബ്രഷ്. നമ്മൾ ആദ്യം തന്നെ അവിടെ പേപ്പർ ഇടാനോ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, പൊടി തട്ടാനോ പൊടി തുടയ്ക്കാനോ ഇങ്ങനെ പല കാര്യങ്ങളും, ചുമര് പേപ്പർ ചെയ്യാനോ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ പെയിന്റിങ് എന്ന് പറഞ്ഞ ആ പെയിന്റർ ആയിട്ട് മാറുന്നത്. എന്ന പോലെ തന്നെ കൽപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും പടവ് ചെയ്യാനോ തേക്കാനോ അത്തരം കാര്യങ്ങളിലേക്കല്ല നമ്മൾ പോവുക. നമ്മൾ ആദ്യം തന്നെ അവരെ കൂടെ ഹെൽപ്പർ എന്ന് പറഞ്ഞ ജോലിയാണ് ചെയ്യുന്നത്. ഇത് ഏതൊരു മേഖലയിലും നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ഇതിൽ പല ആളുകളും ബിസിനസ്സുകാരായിരിക്കില്ല. ചില ആളുകൾ ബിസിനസ്സുകാരായിരിക്കാം. ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, മൈൻഡ് ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ പെട്ടെന്ന് ബിസിനസ് മൈൻഡിൽ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയാത്തതിനുണ്ട് നമ്മൾ കുറച്ച് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള TC, ATC, DTC അത്തരം ആളുകളെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടുള്ള ആളുകളെ കൂടെ നിന്നുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിന്റെ ട്രെയിനിങ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എല്ലാ മേഖലയിലും ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏത് മേഖലയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഏത് പണിക്ക് പോകുമ്പോഴും നമ്മൾ ആദ്യം തന്നെ കുറച്ച കാലം നമ്മൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 1-2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് മേഖല, കൽപ്പണി ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, എന്തൊക്കെ മേഖലകൾ എടുത്തു നോക്കിയോ കുറച്ച് സമയം നമ്മൾ അതിന്റെ പിന്നാലെ നമ്മളത് പഠിക്കാൻ തയ്യാറാവണം. എന്ന പോലെ ഈ ബിസിനസ്സും പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാത്ത പല ആളുകളും മൈലേജ് സ്റ്റൈൽ എന്ന പ്ലാറ്റ്ഫോമിൽ എത്തി നോക്കി പോയ പല ആളുകളെയും നമുക്ക് നാട്ടിൽ കാണാൻ പറ്റും. ചില ആളുകൾ പറയുന്നേക്കാം മൈലേജ് സ്റ്റൈൽ ഞാൻ ചെയ്തിട്ടുണ്ടായിനി, അപ്പൊ അവരോട് നിങ്ങൾ എന്താ നിർത്തിയെന്ന് വെച്ചാൽ അല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ നിർത്തിയതാണ്, ബിസിനസ് നല്ല ബിസിനസ്സാണ്. ബിസിനസ്സിന് ഒരിക്കലും മൈലേജ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ ഇന്ന് വരെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടില്ല. ബിസിനസ് അടിപൊളി ബിസിനസ്സാണ് സാറേ, എനിക്ക് എന്റേതായ ചില ബുദ്ധിമുട്ടുണ്ടായിട്ട് പോകാൻ പറ്റില്ല.
പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വെക്കുന്നുണ്ട്. ബിസിനസ് ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന എത്രയോ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് ചോദിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പല ആളുകളും ബിസിനസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നു, എനിക്ക് അതിന്റെ പിന്നാലെ നടക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ റീസൺ എന്താന്ന്, അവരെന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് നമ്മൾ പഠിക്കാനും കൂടെ തയ്യാറായാലും എന്തുകൊണ്ടായിരിക്കും അയാൾ നിർത്തിയിട്ടുണ്ടാവും. നമ്മുടെ ടീമിൽ അങ്ങനെ ആരെങ്കിലും നിർത്തിപ്പോയവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ടായിരിക്കും നിർത്തിപ്പോയിട്ടുണ്ടാവുക? ഈ ബിസിനസ് മോശമായിട്ടാണോ, പ്രൊഡക്റ്റ് മോശമായിട്ടാണോ, ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ, ചെയ്യാൻ എന്താണ് ഇവിടെ റിസ്ക്? പ്ലാൻ വരയ്ക്കാൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ഇതിൽ എന്ത് ബുദ്ധിമുട്ടാണല്ലേ പ്ലാൻ വരയ്ക്കുക? ഏത് കുട്ടിക്കും. അപ്പൊ പല ആളുകൾക്കും ഇത് പഠിക്കാൻ സിമ്പിൾ ആണ്. സാധാരണ ആളുകൾ മുതൽ ഇപ്പൊ ഇസ്മായിൽ സാറ് ഏകദേശം പ്രായം കൂടിയ ആളായിട്ട് എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നു. ഒരു 55 വയസ്സിന്റെ മുകളിൽ 60 വയസ്സിന്റെ മുകളിലായിട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയും പ്രായമുള്ള ആളുകൾ മുതൽ ചെറിയ മോളായ ഫാത്തിമ മോളെ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, അവർക്ക് വരെ പറയാനും പഠിക്കാനും പറ്റുന്ന ഒരു പ്ലാനാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പല ആളുകളും ഈ ബിസിനസ് നിർത്തി പോകുന്നത്? ഒരു പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കിത് ചെയ്യാൻ കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവര് ഒരു പക്ഷെ ഇതിൽ പറയുന്ന ലീഡേഴ്സ് പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുന്നുണ്ടല്ല. ഇതിൽ പല ആളുകളും ഒരു പക്ഷെ ഇപ്പോഴും ഉണ്ടാവാൻ മതി. അപ്പൊ നസീബ് സാറൊക്കെ വിളിക്കുന്ന പല ട്രെയിനിങ്ങുകളോ മീറ്റിങ്ങിലേക്ക് വിളിക്കുമ്പോൾ, അയ്യോ സാറേ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളെ വരാൻ പറ്റില്ല, നാളെ എനിക്കൊരു കല്യാണത്തിന് പോകണ്ട്, ഇല്ലെങ്കിൽ നാളെ എന്റെ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകണ്ട്. ഈ ഡോക്ടറെ അടുത്ത് കാണിക്കാനുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷെ നമുക്കത് കുറച്ച് നേരത്തെ ആക്കാനോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു അസുഖമാണെങ്കിൽ കഴിഞ്ഞതിന് ശേഷം പോയി കാണിക്കാനോ, നേരത്തെ കാണിക്കാനോ, അല്ലെ തലേന്ന് കാണിക്കാനോ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ മീറ്റിംഗ് കുറച്ച് ദിവസം മുന്നേ അറിയല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് പറയുമ്പോ നമുക്ക് വരാൻ പറ്റായി, അങ്ങനെ എക്സ്ക്യൂസ് പറയേ, ഇതൊക്കെ ഉള്ള ആളുകളാണ് ഈ പറഞ്ഞ ബിസിനസ് ചെയ്തിട്ട് നിർത്തിപ്പോയിട്ടുള്ള ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല കാര്യങ്ങൾ പറയുമ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കുകയും, എന്നും അവർക്ക് കാര്യങ്ങളുണ്ടാവുക, അവിടെ പരിപാടിയാണ്, ഇങ്ങനെ പരിപാടിയാണ്, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, നാളെ വരാൻ പറ്റില്ല, ഇങ്ങനെ പറയുന്ന. എന്നാൽ നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് ഒന്ന് കൂടുതൽ ഇണങ്ങി നിന്ന് നോക്കി, ഈ ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഈ ലീഡേഴ്സ്, നസീബ് സാർ മുതലുള്ള എല്ലാ ലീഡേഴ്സുമായിട്ടൊന്ന് നല്ല അടുപ്പത്തോടു കൂടി അധിക സമയങ്ങളും നമ്മളെ ഫോൺ കോളുകൾ ലീഡേഴ്സിന്റെ അടുത്തും, അതുപോലെ ഒഴിവ് സമയങ്ങളിൽ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക, ഇല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ അപ്ലൈന്റെ കൂടെ നിൽക്കാനും സംസാരിക്കാനും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യാനും, അത് അവരും കൂടെ അവരെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേൾക്കാനും നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് പ്രശ്നമല്ലാതെ മാറും. നമുക്ക് ഈ പറഞ്ഞ മീറ്റിങ്ങിന് പോകാൻ നേരത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അതൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. കാരണം നമ്മൾ കൂടുതൽ സമയം ഇവരുമായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ആ ബിസിനസ്സുമായിട്ട് ചേർന്ന് നിൽക്കാനും ഇണങ്ങി നിൽക്കാനും കൂടുതൽ സാഹചര്യം കിട്ടും. ഈ സാഹചര്യമാണ് ഇങ്ങനെ നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മളെ കൂടുതൽ ഫോക്കസ് വരിക. അങ്ങനെ ഫോക്കസ് വരുമ്പോഴാണ് നമുക്ക് ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വലിയ ബിസിനസ്സിലേക്ക് മാറാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കിയെടുക്കണം. അങ്ങനെ ഒരുക്കാത്ത പല ആളുകളും ഇന്ന് ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുപോയ പല ആളുകളുണ്ട്. പല റാങ്കിലുള്ള ആളുകൾ വരെ വിട്ടുപോയിട്ടുണ്ട്. അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മിപ്പോ ZTC എന്ന് പറഞ്ഞ റാങ്ക് ഇതിലെ വലിയ റാങ്ക് ഒന്നല്ലല്ലോ, നമുക്കൊരു ചെറിയ റാങ്ക് എത്തിയിട്ടുള്ളൂ. ഈ ബിസിനസിന്റെ വലിയ ഗ്രോത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുബീൻ മുഹമ്മദ് സാറിനൊക്കെ ഞാനൊക്കെ അത്ര ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പോലൊക്കെ ആ റേഞ്ചിലേക്ക് നമ്മളൊന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത് ചെറിയ ഒരു റാങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെറിയ റാങ്കിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ ആ റാങ്കിന്റെ സ്ഥാനത്ത് നിന്ന് കാണാനും ആ റാങ്കിൽ ഉണ്ടാവുന്ന വരുമാനം ഇത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ മുന്നേ മനസ്സിലാക്കാനും, അതായത് ഇപ്പോ TC എന്ന റാങ്കിൽ നിൽക്കുമ്പോൾ TCയിലെ വരുമാനം എത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പോ സംസാരിച്ച എൽസാ മേഡം TC റാങ്കാണ്, ടീം കോർഡിനേറ്റർ. ആ റാങ്കിൽ നിൽക്കുന്ന എൽസാ മേഡത്തിന് അറിയാം ആ റാങ്കിൽ എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന്. അപ്പോ ഒരിക്കലും ATC എന്ന റാങ്കിലേക്ക് എൽസാ മേഡം മാറിക്കഴിയുമ്പോൾ ഒരിക്കലും TC എന്ന റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അസോസിയേറ്റിനെ നമ്മൾ മനസ്സിലാക്കാണ്ടായി പോകാൻ പാടില്ല. എൽസാ മേഡത്തിനെ ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അവരൊന്നും ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ കടന്നുപോയ വഴികൾ നമ്മളെപ്പോഴും ഓർമ്മ വേണം. നമ്മൾ വന്ന വഴികൾ നമ്മൾക്ക് എപ്പം മറന്നു പോകാൻ പാടില്ല. അതിലുള്ള റാങ്കിലുള്ള ആളുകളെ അന്നപ്പോഴത്തെ സാഹചര്യം ഇതായിരിക്കും,
അവരൊരു പക്ഷെ ഒരു വൺ ഡേ ട്രെയിനിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ ഒരു 350 രൂപ എടുക്കാനില്ല എങ്കിൽ ഒരു പക്ഷെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ അവർക്ക് പറ്റണം. അത്രയും അടുപ്പം ആ ലീഡേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ലീഡർ എപ്പോഴും അസോസിയേറ്റുമായിട്ട് അത്രയും റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പറയാൻ പറ്റുക. എനിക്ക് സാറേ എനിക്ക് പോരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതിന്റെ ക്യാഷ് 200 രൂപയേ ഉള്ളൂ, ബാക്കി എന്താ ചെയ്യുന്ന ഒരു ഐഡിയ അങ്ങനെ പറയാൻ പറ്റണം ലീഡറോട്. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെ ഒരു പാസ്സൊക്കെ ആ ലീഡർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റണം. കാരണം ആ റാങ്കിൽ നിൽക്കുമ്പോൾ അവർക്കറിയാം ആ റാങ്കിൽ വലിയ വരുമാനം നീലില്ല. അവരാണെങ്കിൽ കൂടുതൽ സമയം ഈ ബിസിനസ്സിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേറെ ജോലിക്ക് ഇടയ്ക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ അവരുടെ കയ്യിൽ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു പക്ഷെ പൈസ ഉണ്ടാവില്ല. എന്നാൽ പാസ് ഞാൻ കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ക്യാഷ് തിരിച്ചു മേടിക്കണം. അതൊരിക്കലും ഒരു ലീഡർക്കും ഒരാളെ ഇതില് കൊണ്ടുപോകാൻ കഴിഞ്ഞോളന്നില്ല. എല്ലാ പൈസയും കൊടുത്തിട്ടൊന്നും ആരെയും കൊണ്ടു നടക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ അത് അവരെ ലീഡറെ സാഹചര്യം കൂടെ മനസ്സിലാക്കിയിട്ട് അവരും കൂടെ സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സെയിൽസ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ട് ആ ലീഡർക്ക് ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള വൺ ഡേ ട്രെയിനിങ് എന്റെ സാറിന്റെ കോൺട്രിബ്യൂഷനും കൂടെയാണ് ഞാൻ ആ മീറ്റിംഗിൽ ഇരുന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പോട് കൂടി ഇരുന്നിട്ടുള്ള ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ അവിടെ എന്റെ വീക്ക് സൈഡ് അല്ലെങ്കിൽ എന്റെ പവർ സൈഡ് നോക്കാണ്ട് രണ്ട് ഭാഗത്തുനിന്നും കൂടെ ഒരു സെയിൽസ്, ഒരു 50,000 സെയിൽസ് ഞാൻ ഈ വീക്കിൽ, അല്ലെങ്കിൽ ഒരു 15,000 സെയിൽസ് ഈ വീക്കിൽ, ഇല്ലെങ്കിൽ ഒരു 10,000 സെയിൽസ് ഈ ആഴ്ച ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ എനിക്ക് പറ്റണം എന്നുള്ള ചിന്തയോട് കൂടിയായിരിക്കണം നമ്മളൊരു വൺ ഡേ ട്രെയിനിങ് ആണെങ്കിലും ഏത് പ്രോഗ്രാമിലാണെങ്കിലും നമ്മൾ ഇരിക്കേണ്ടത്. നമ്മുടെ ലീഡേഴ്സിന് നമ്മളെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് മാത്രമായിട്ട് ആവരുത്. നമ്മളെ ലീഡേഴ്സിന് വേണ്ടിയിട്ടും നമ്മുടെ അസോസിയേറ്റിന് വേണ്ടിയിട്ട് എല്ലാ സമയവും ലീഡേഴ്സിനെ നിങ്ങൾ നോക്കണ്ട, മുകളിലേക്ക് നോക്കിയിട്ട് വർക്ക് ചെയ്യണ്ട. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളെ ലീഡേഴ്സിന് വേണ്ടിയിട്ടും കൂടുതൽ സമയങ്ങൾ നമ്മൾ അസോസിയേറ്റിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്താൽ ഇതിന്റെ നടുക്ക് നിന്നുകൊണ്ട് നമുക്ക് വലിയ വരുമാനങ്ങൾ വാങ്ങാൻ പറ്റും. ഇത്ര ഉള്ള ഈ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കൂടെ വന്ന ആളുകളെ കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുവരുകയും മുകളിലിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സിനെ സപ്പോർട്ടായിട്ട് അവർക്കൊരു ബിസിനസ് വോളിയം കയറ്റാ എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ റാങ്ക് ചേഞ്ച് ചെയ്യാനും കൂടെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് നിന്നുകൊണ്ട് ഇൻകം വാങ്ങുന്ന മനോഹരമായ ബിസിനസ്സാണ് മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബിസിനസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഈ റാങ്ക് അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ ശരിക്കും ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാൻ ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ TC എന്ന റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഗോവയിലൊക്കെ ഞാൻ ബെൽനി സാറെ കൂടെ, സുബീഷ് സാറെ കൂടെ, ഒരുപാട് ലീഡേഴ്സിന്റെ കൂടെ വളരെ എൻജോയ്മെന്റോട് കൂടിയിട്ട് കമ്പനി ടൂറൊക്കെ ഒന്ന് പോയി നോക്കണം. അത്രയും രസമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലങ്ങളിലും ഏതൊക്കെ ഹോട്ടലിൽ നമ്മൾ കയറുന്നുണ്ടോ നമുക്ക് അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ സമയത്തേക്ക് കമ്പനി അത്രയും സെറ്റപ്പാണ്. അവിടെ നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളെ നിർത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ കമ്പനി മുൻകൂട്ടി ഓരോ സമയത്ത് നമ്മൾ എവിടൊക്കെ ചെല്ലുന്നുണ്ടോ, ഏതൊക്കെ ഹോട്ടലിൽ കയറുന്നുണ്ടോ അവിടെ നമുക്ക് സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കമ്പനി. അത്രയും സെറ്റപ്പാണ്. അങ്ങനെ ഗോവ അച്ചീവ് ചെയ്ത് ഗോവയിലൊക്കെ പോയി. അതുപോലെ തന്നെ ചെറിയ അച്ചീവ്മെന്റുകളാണ്, എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ കൽപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മളിവിടെ ഈ കോഴിക്കോട് സിറ്റി വിട്ടിട്ട് നമ്മൾ എവിടേക്കും പോകില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മൾ ടൂറ് പോകാനുള്ള സമയം ഇവിടെ ഇല്ല. നമുക്ക് കുടുംബം പോറ്റുന്നത് മാത്രമാണ് നമ്മളെ ചിന്തയിലുള്ളത്. വേറെ എവിടെയും പോയിട്ടില്ല. വയനാട്ടിൽ തന്നെ ഇത്ര തോനെ വയനാട്ടിൽ പോയിട്ടുള്ളത് മൈലേഷ്യൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നിട്ട് 2 ഡേ RTPക്കാണ് ഏറ്റവും തോനെ വയനാട്ടിൽ പോയിട്ടുള്ളത്. അതും ശരിക്കും പറഞ്ഞ ഈ കമ്പനി വന്നതിന് ശേഷമാണ്. ഇതിന് ശേഷം ഞാൻ DTC എന്ന് പറഞ്ഞ റാങ്ക് എത്തിയാൽ 6 തവണ ലോയൽറ്റി അച്ചീവ് ചെയ്തിട്ടാണ് ഞാൻ ZTC എന്ന 7ാമത്തെ ലോയൽറ്റി, ഞാൻ ZTCയിലെ ലോയൽറ്റി അടിച്ചിട്ടാണ് ഞാൻ ZTCയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും വലിയതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ഷെഡിൽ നിന്നിട്ടാണ്. ഈ ഷെഡിലാണ് ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. എന്നാൽ ഇതിന്റെ തൊട്ട് പുറത്ത് ഞാനൊരു 1200 സ്ക്വയർ ഫീറ്റിൽ ഞാനൊരു വീടിന് തറക്കല്ലിട്ടുണ്ടായി. അതായത് ഞാൻ എൻ്റെ വീട് പൊളിച്ച സമയത്ത് ശരിക്കും ചോദിച്ചിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണ് വീട് പൊളിക്കുന്നത് എന്നുള്ളത്. ശരിക്കും ഞാൻ എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ മൈലേഷ്യൽ എന്ന് പറഞ്ഞ ഈ വലിയൊരു ബിസിനസ് ഉണ്ടായതുകൊണ്ട് തന്നെ ധൈര്യത്തിന് ഞാൻ പൊളിച്ച് തറട്ട്. പിന്നെ എങ്ങനെ ബാക്കി നടന്നതെന്നൊന്നും അറിയില്ല. വീടിന്റെ പണി ഇപ്പം മനസ്സിലായി വാർപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു റൂമിന്റെ മഴ അടുത്ത് വന്നപ്പം പെട്ടെന്ന് ഒരു റൂമിന്റെ പണി കഴിച്ച് അച്ഛനെയും അമ്മനെയും അവിടെ സേഫ് ആക്കി. ആ വീടിന്റെ ഉള്ളിലാണുള്ളത്, പുതിയ വീട്ടിലാണുള്ളത്. ഞങ്ങൾ ഇവിടെ ഈ ഷെഡിൽ തന്നെ നിന്നുകൊണ്ടാണ്
കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് മൈലേജ് സെയിൽ എന്ത് തന്നെന്ന് വെച്ചാൽ 25 വർഷം ഞാൻ കൽപ്പണിക്ക് പോയിട്ട് കൽപ്പണിക്കാരനായിട്ട് ഒരു വീട് നിർമ്മിക്കുന്ന ബിൽഡിംഗ് നിർമ്മിക്കുന്ന വ്യക്തിയായിട്ട് പോലും ഒരു വീട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മൈലേജ് സെയിൽ 4 വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തപ്പോൾ കുറെ ആളുകളെ ഈ ബിസിനസ്സിൽ വളർത്താനും രക്ഷപ്പെടുത്താനും സഹായിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വീട് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള 1200 സ്ക്വയർ ഫീറ്റ് മൈലേജ് സെയിലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംഭവമാണ്. പക്ഷെ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമാണ്, വലിയ അച്ചീവ്മെന്റ് ആണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അടുത്ത് ഞാൻ വിചാരിക്കുന്ന STC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് പോകുമ്പോൾ ഒരു കാർ അച്ചീവ്മെന്റ് നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് ഞാനും എന്റെ ലീഡറും ഒരുമിച്ച് പോയിട്ട് മറീന മോട്ടോഴ്സ് പോയിട്ട് കാറൊക്കെ നോക്കി പോന്നിട്ടുണ്ട്. നമുക്കൊന്ന് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് പോയി കാണുക എന്നുള്ളതാണല്ലോ. അവിടെ പോയിട്ട് ഒരു കാറിന്റെ ഒരു കൊട്ടേഷനൊക്കെ മേടിച്ചു പോകുന്നുണ്ട്. ടിയാഗോ ആണ് നോക്കിയതെങ്കിലും ഞാൻ അതിന്റെ മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു ഹൈറ്റ് കൂടിയ ഒരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതും ഞാൻ STC എന്ന് പറഞ്ഞ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും നോക്കൂല, ധൈര്യമായിട്ട് എടുക്കും. അതൊന്നും നമ്മൾ ഇതില് പല കാര്യങ്ങളും നമ്മൾ ഇൻകം നോക്കിയിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മളെപ്പോഴും ഇൻകം വരാൻ നമ്മുടെ ബിസിനസ്സുകാർ കാരണം മുന്നോട്ടുള്ള കാഴ്ചപ്പാട് വേണം എന്നാണ്. നമുക്ക് വരാനിരിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ. ആ രീതിയിൽ ഞാനൊരു കാറിലേക്കൊക്കെ മാറാനുള്ള ആഗ്രഹമുണ്ട്. വീട്ടിലേക്ക് റോഡൊന്നുമില്ല, അത് വേറൊരു വിഷയമാണ്. എന്നാലോ റോഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്ഥലമൊക്കെ സെറ്റാണ്. അത് JCB വെച്ച് ഒന്ന് നിരത്തി റോഡാക്കേണ്ട പണിയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല, ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിങ്ങളിവിടെ ക്യാപ്ഷൻ കൊടുത്തത് സാധാരണക്കാരിൽ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരൻ തന്നെയാണ്. കാരണം ഞാനിതൊന്നും പഠിച്ചു വെച്ചിട്ടല്ല അതിലേക്ക് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാറ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല, പക്ഷെ കാറ് മെല്ലെ മെല്ലെ ഓട്ടു, അത്രേ ഉള്ളൂ. ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാപ്പോ ലീഡേഴ്സ് നിർബന്ധിച്ചപ്പോ കുറച്ച് ദിവസം മുന്നേ ഞാൻ അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പേര് കൊടുത്ത് കുറച്ച് ദിവസം പോയി, ഒരു 4-5 ദിവസം ഓടി. അതിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ ചില ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ, രാവിലെ എണീച്ച് പോകാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ കുട്ടികളെ സ്കൂളിലാക്കുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോ അതും പോകാൻ പറ്റിയിട്ടില്ല. എന്നാലോ വണ്ടി ഓട്ടും. അപ്പൊ അത് ലൈസൻസ് പോലും എടുക്കാണ്ട് കാറിന് പോയി ബുക്ക് ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ അത് മൈലേജ് സെയിൽ എന്ന് പറഞ്ഞ ഈ കമ്പനീന്റെ ഒരു മഹത്വം തന്നെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെ ഈ ടീമിലെ പല ആളുകൾക്കും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മളെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്? അവർക്കും കൂടെ രക്ഷപ്പെടുന്ന കാര്യമാണ് എങ്കിൽ പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വഴികൾ പറഞ്ഞു തരാൻ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഈ ഒരു സാഹചര്യത്തിൽ, നമ്മുടെ ഈ 2025 ഈ ഒരു സാഹചര്യത്തിൽ പലരും പലരെയും കാണാതെയും ശ്രദ്ധിക്കാതെയും പോകുന്ന കാലഘട്ടമാണ്. വീട്ടില് ഇപ്പൊ ഉമ്മമാരായാലും അമ്മമാരായാലും വാപ്പയായാലും അച്ഛനായാലും ഇവരൊന്നും ശ്രദ്ധിക്കാനോ നോക്കാനോ പറയാനോ ഒന്നിനും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമുക്കായിട്ട് കുറെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനും ചെലവഴിക്കാനും തയ്യാറാവുന്ന ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഈ മൈലേജ് സെയിൽ എന്ന് പറഞ്ഞ ഈ കമ്പനി, അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മൈലേജ് സെയിൽ എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം വിട്ടിട്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് മാറി നിന്ന് നോക്കിയാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതിൽ സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് മാറി നിന്ന് കഴിഞ്ഞാൽ നീറി നീറി മരിക്കേണ്ടി വരും എന്ന് പറയാം. മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ നിന്ന് കഴിഞ്ഞാൽ അതിലുള്ള വരുമാനവും അതിലുള്ള മാറ്റവും ഈ ബിസിനസ്സിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഫാത്തിമ പോലെ ചെറിയൊരു കുട്ടി 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മുതൽ ഈ ബിസിനസ്സിൽ കയറി നിൽക്കാനും അതുപോലെ തന്നെ 60 വയസ്സോ 70 വയസ്സോ ഉള്ള ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റാവുന്ന എന്ത് ബിസിനസ്സാണ് നമ്മളെ നാട്ടിലുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടെ അക്കൗണ്ടിൽ ഇൻകം കിട്ടിയില്ലെങ്കിലും ഫാത്തിമമ്മക്ക് ഒരു പേസ്റ്റ് കൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 10 പേസ്റ്റ് കൊണ്ട് കൊടുത്താൽ 500 രൂപ ഉണ്ടാക്കിക്കൂടെ? 10 പേസ്റ്റ് ഒരു മാസം കൊണ്ട് വിറ്റാൽ ഒരു മാസം കൊണ്ട് 500 രൂപ ഉണ്ടാക്കിയ അവരെ ഏജ് വെച്ചിട്ട് ഈ ഒരു പ്രായത്തിൽ 500 രൂപ അവർക്ക് എവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും? ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഇതില് നിങ്ങൾ ഏതൊക്കെ മേഖലയുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഓട്ടോ ഓടിച്ചിട്ട് രക്ഷപ്പെട്ട ആരെങ്കിലും നമ്മളെ നാട്ടിലുണ്ടോ? നമ്മൾ പലപ്പോഴും പല ട്രെയിനിങ്ങുകളും നമ്മൾ ശ്രദ്ധിച്ച് കേട്ടു പോന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഓട്ടോ ഓടിച്ചിട്ട് രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. അത് ഒന്നിൽ കൂടുതൽ ഓട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയ ആളുകളെ ഉണ്ടായുള്ളൂ. എന്നാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഇതിൽ രക്ഷപ്പെട്ട എത്രയോ ആളുകൾ, വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക് പോയ ആളുകളെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഏതൊക്കെ മേഖലയുള്ള ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പല പ്രായത്തിലുള്ള ആളുകൾക്കും. നമുക്ക് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ഈ ബിസിനസ് നമ്മൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ കുറച്ച് ദിവസം, ഒരു 10 ദിവസം നമുക്ക് ആ ബിസിനസ്സിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് അവിടുന്ന് ഇൻകം കിട്ടും. ഇനി ഇൻകം കിട്ടിയില്ലേ നമ്മുടെ വൈഫിന് അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനോഹരമായ ഒരു കാര്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന സാധാരണ പണിക്ക് പോകുന്ന ഏതെങ്കിലും മേഖലയിൽ നമ്മളെ വൈഫിന് പോയിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു കൽപ്പണിക്കാരന്റെ ഭാര്യ, കൽപ്പണിക്കാരൻ 4 ദിവസം വീട്ടിൽ കടന്നു പോയാല് കൽപ്പണിക്ക് പോയ ആ സൈറ്റിലില്ലേ, ആ വീട്ടിൽ പണിക്ക് ഭാര്യക്ക് പോകാൻ പറ്റുമോ? എന്നാ നിങ്ങൾ ഇവിടെ മൈലേജ് സ്റ്റൈലിൽ എടുത്തു നോക്കി, നിങ്ങൾ ചെയ്യുന്ന മൈലേജ് സ്റ്റൈലില് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നിങ്ങളെ വൈഫിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കൊടുക്കുന്ന കസ്റ്റമറുടെ വീട്ടില് 4 പേസ്റ്റോ അല്ലെങ്കിൽ 2 വൂണ്ട് ഹീലിങ്ങോ അല്ലെങ്കിൽ കപ്നീലോ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കാൻ നമ്മുടെ വൈഫിന് സാധിക്കും. അതിലൂടെ ചെറിയൊരു വരുമാനം, ചെറിയൊരു പൈസയെങ്കിലും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത്ര മനോഹരമായ ബിസിനസ് ആണിത്. ടീമിനെ ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതായത് TC അല്ലെങ്കിൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവി നമ്മൾ റൂബിന്റെയും TC എന്ന റാങ്കിന്റെ ഇടയ്ക്ക് കൊടുത്തത് നമ്മളെ ഈ ടീമിനൊന്ന് കോർഡിനേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. നമ്മൾ ആ ആളുകളൊക്കെ ഒന്ന് കൂട്ടിയിരുത്തി കൊടുത്തിട്ട് ലീഡേഴ്സിനെ വെച്ചിട്ട് നമ്മൾ അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് വരിക. എന്നതിന് ശേഷം നമ്മൾ TC എന്ന റാങ്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആ ലീഡർഷിപ്പിലേക്ക് നിന്നിട്ട് സംസാരിക്കാനും ആ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മളെപ്പോഴും ഈ ബിസിനസ്സിൽ നമ്മൾ ഒരിക്കലും ഒരു അസോസിയേറ്റ് ആയിട്ട് നിൽക്കല്ല വേണ്ടത്. നമ്മളെല്ലാവരും പഠിച്ചെടുത്തിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ വന്ന കുറച്ച് ആളുകൾ, 4 ആളാണെങ്കിൽ 4 ആളെ കൂട്ടിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, നിന്ന് സംസാരിക്കാനും തയ്യാറാവുക. അതിന്റെ കൂടെ നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് ഓട്ടോമാറ്റിക് നമ്മൾ അത് മാറി വരും. ആ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വലിയൊരു ബിസിനസ്സിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഇതിനെ വലിയ ബിസിനസ് ആയിട്ട് തന്നെ കാണണം. നമ്മളൊരു എന്താ പറയാ, നമ്മളെ യൂസഫ് അലി സാറ് അതുപോലെ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന ബിസിനസ് പോലെ തന്നെ നമ്മൾ ഇത് കാണണം. ഇതൊരു സംരംഭം, വലിയൊരു സംരംഭം തുടങ്ങിയ പോലെ തന്നെ നമ്മൾ ഇതിനെ കാണണം. നമ്മൾ 15,000 രൂപയ്ക്കൊക്കെ ആയിരിക്കാം പ്രൊഡക്റ്റ് എടുത്തത്. എന്നാലും നമ്മൾ ഇതിനെ എത്രത്തോളം വലുതാക്കി കാണുന്നോ അത്രത്തോളം നമുക്ക് ഇതിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചിന്തിച്ചത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, നിങ്ങൾ ഈ മൈലേജ് സ്റ്റൈൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നോക്കാം. നിങ്ങൾ ഇതിലെ പണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ എല്ലാ രീതിയിലും നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന സാധാരണ ജോലിക്ക് പോകുന്ന ആളുകളെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഓട്ടോ ഡ്രൈവർ, പെയിന്റിങ്, കൽപ്പണിക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെ പല ആളുകളെയും വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതെങ്കിലും നിങ്ങൾ ഇതിൽ ചിന്തിച്ചു നോക്ക്. ഇതിൽ പണക്കാരുണ്ടെന്ന് വരിക, ഒരുപാട് പണം ഉണ്ട്, ഇല്ലെങ്കിൽ ജോലി ഉണ്ട്, നല്ല വരുമാനം ഉണ്ട്, ബിസിനസ് ഉണ്ട്. അത്തരം ആളുകൾക്ക് പോലും നമുക്ക് ഇതിൽ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമുക്ക് പണവും എല്ലാ സംഭവം ഉണ്ട്, എന്നാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ ആദരവ് കിട്ടാറുണ്ടോ? പല പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആദരിക്കുന്ന എന്തെങ്കിലും മേഖല ഉണ്ടാവുമോ? വളരെ കുറവായിരിക്കും. എന്നാൽ നമുക്ക് ഇവിടെ എത്ര പണം ഉണ്ടെങ്കിലും എത്ര വരുമാനം ഉണ്ടെങ്കിലും നമ്മൾ മറ്റൊരു മേഖല പല വരുമാനം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ ഒരു ആദരവ് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, സാധാരണ കൽപ്പണിക്ക് പോകുന്ന അല്ലെ പെയിന്റിങ്ങിന് പോകുന്ന ആളുകൾക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടാണ് സാറേ ഞാൻ ഈ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചതും ഇതുപോലെ എത്ര ആളുകളോട് സംസാരിക്കാൻ പഠിച്ചതും പല മീറ്റിംഗ് ഞാൻ നളന്ദ ഓഡിറ്റോറിയത്തില് നമ്മുടെ GTSന്റെ അകത്ത് MC ചെയ്തിട്ടുണ്ട്. അത്ര ആളുകളെ മുന്നിൽ MC ചെയ്യാനും സ്റ്റേജിൽ കയറി പെർഫോമൻസ് കാണിക്കാനും ഒക്കെ പറ്റുന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ തന്നെ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാലും പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ല. ഈ ബിസിനസ്സിന്റെ പ്രത്യേകത പറഞ്ഞാല് പാവപ്പെട്ടവന് പണം ഉണ്ടാക്കാനും പാവപ്പെട്ടവന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും പറ്റും. അതോടൊപ്പം പണക്കാരെ വെച്ച് നോക്കിയാല് പണക്കാർക്ക് പണം ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ആദരവോ കാര്യങ്ങളോ കിട്ടില്ലേ, ഇവിടെ ആദരവും കിട്ടും. അതോടൊപ്പം അവർക്കും പല മാറ്റങ്ങളും പല ചേഞ്ചുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പാസീവ് ഇൻകം വരുത്താൻ പറ്റും. ഇങ്ങനെ പല മാറ്റങ്ങളും പല നേട്ടങ്ങളുമാണ് ഈ ബിസിനസ്സിൽ നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലെത്തി, ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ചീവ്മെന്റുകൾ പറയുകയാണെങ്കിൽ ചെറുതു മുതൽ ഞാൻ എന്റെ വീട് വെച്ചത് വരെ ഒരിക്കലും ഇതിൽ നിന്ന് വലിയ വരുമാനം കിട്ടിയിട്ടല്ല വീട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിസിനസിന്റെ അകത്ത് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒന്നുമല്ല, നമുക്ക് വലിയ അച്ചീവ്മെന്റിലേക്ക് പോവാൻ പറ്റും എന്നുള്ള ആ ചങ്കൂറ്റം കിട്ടുന്ന ഈ ബിസിനസ്സിലൂടെയാണ്. ഈ ബിസിനസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിലവിൽ ഞങ്ങൾ നിന്നോണ്ടിരുന്ന വീട് പൊളിക്കാൻ ധൈര്യം കാണിച്ചതും അത് അടിത്തറ വരെ മാന്തിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് ഞാനൊരു 1200 സ്ക്വയർ ഫീറ്റിലായാലും ഒരു വീടിന്റെ പണി തീർക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ
ജീവിതത്തിൽ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ധാരാളമാണ്. ഈ ബിസിനസ്സിലൂടെ നമ്മൾ ഇറങ്ങി നമ്മളൊന്ന് സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറായാല്, പഠിക്കാൻ തയ്യാറാവുന്നവർക്ക് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഈ ബിസിനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഓരോ കാര്യങ്ങളും ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ എത്ര ലീഡർഷിപ്പിലേക്ക് പോയാലും നമ്മളൊരു പേനയും ഒരു പുസ്തകവും മടിയിൽ വെച്ച് ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പല ആളുകളും ഒരു റാങ്കിൽ എത്തി കഴിയുമ്പോൾ നമ്മളൊരു മാറി നിൽക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ പോകരുത്. അത് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളർച്ച കുറയും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യർക്ക് എല്ലാ സംഭവങ്ങളും പഠിച്ചിട്ടല്ലാണ്ട്, ട്രെയിനിങ് കിട്ടിയിട്ടല്ലാണ്ട് മനുഷ്യർക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ സാഹചര്യം നമ്മൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അതിന് ഉദാഹരണം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മളൊരു എന്തെങ്കിലും ഒരു മൃഗത്തിനെ നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നീന്തി പോകും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഏത് മൃഗത്തിനായാലും അതതിനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നീന്തി പോകും. എന്നാൽ നമ്മുടെ മനുഷ്യരായ ഏത് കുട്ടികളെ നീന്തറിയാത്ത ആരെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും അവരത് ആ വെള്ളത്തിൽ ആണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നീന്താൻ പഠിച്ചെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് നീന്താൻ പറ്റുള്ളൂ. എന്ന പോലെ നമ്മൾ എന്ത് കാര്യവും നമ്മൾ പഠിക്കുക തന്നെ വേണം. ട്രെയിനിങ് ഇരിക്കാണ്ട് നമുക്ക് ഒരു സംഭവം ചെയ്യാൻ കഴിയില്ല. മനുഷ്യരുടെ ഒരു പ്രത്യേകത അതാണ്, ട്രെയിനിങ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വരെ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടാണ്. കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ ഭക്ഷണം വാരി തരുമ്പോൾ പലതും പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ അതുപോലും പഠിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നവരെ നമ്മൾ ട്രെയിനിങ്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അത് മുള്ളാണ്, അത് കഴിക്കരുത്, ഇല്ലേ മുളകാണ്, അത് കടിക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസിന്റെ അകത്ത് ഞാനിത് ഇത്രയും പറയാൻ കാരണം, പല ലീഡേഴ്സിനും ഉണ്ടാവുന്ന വിഷമം നമ്മൾ വിളിച്ചിട്ട് ബിസിനസ്സിലേക്ക് വരാതിരിക്കുകയും നമ്മൾ വിളിച്ചിട്ട് ട്രെയിനിങ്ങിനോ മീറ്റിങ്ങിനോ വരാൻ മടി കാണിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ പല മീറ്റിങ്ങുകളും ഉണ്ടാവാറുണ്ട്. അന്നപ്പോ അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, ട്രെയിനിങ്ങോ മീറ്റിങ്ങോ ഇല്ലാണ്ട് നമ്മളെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഒരു കാര്യത്തിലും. നമ്മൾ കാണുന്ന വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ നമുക്കറിയാം. ഇപ്പൊ പറയുകയാണെങ്കിൽ ലുലുമാളുണ്ട് യൂസഫ് അലി സാറിനെ നമുക്കറിയുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആരെങ്കിലും യൂസഫ് അലി സാറിനെ ഒരു 20 വയസ്സിലോ 18 വയസ്സിലോ അറിയോ? കണ്ടിട്ടുണ്ടോ? 25 വയസ്സിൽ കണ്ടിട്ടുണ്ടോ? 22 വയസ്സിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല അവരെ. നമ്മളെപ്പോഴാ കാണുന്നത്? അദ്ദേഹം ലുലുമാളിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ ആയതിനു ശേഷമാണ് കാണുന്നത്. ആലുക്കാസിന്റെ മുതലാളി, അതുപോലെ ഓരോ വലിയ വലിയ ബിസിനസ്സുകാരങ്ങളെ എടുത്തു നോക്കി അവരൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് എപ്പോഴാ? ആ ഒരു ലെവൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ അവരറിയുന്നത്. അവർക്കൊക്കെ ചെറിയ പ്രായമില്ലായിരുന്നു, 20 വയസ്സും 18 വയസ്സുള്ള സമയം ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആ സമയങ്ങളിൽ 25 വയസ്സിലും 20 വയസ്സിലും ഒക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിന്റെ പിന്നാലെ നടന്നിട്ട് ഇതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങും മീറ്റിങ്ങും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഫോളോ ചെയ്തിട്ട് അതിനെ പഠിച്ചിട്ടാണ് നമ്മൾ ആ വലിയൊരു ബിസിനസ് സാമ്രാജ്യം അവർ പടുത്തുയർത്തിയിട്ടുള്ളത്. ആ പടുത്തുയർത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? അവരെ നമ്മൾ കാണുന്നത്. ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള മീറ്റിങ്ങോ ട്രെയിനിങ്ങോ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് മടിയുണ്ടാവും. എന്നാൽ ഇതിലുള്ള എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല കേട്ടോ. പൊതുവെ മൈലേജ് സ്റ്റൈലിലെ പല മീറ്റിങ്ങുകളിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുമ്പോൾ ആളുകൾക്ക് മീറ്റിങ്ങിന് വന്ന് ഇരിക്കാൻ മടിയാണ്. എന്നാൽ ഇതിലുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഇവിടത്തെ ലീഡേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിങ്ങോട്ട് അവർ പറയുന്ന അതേപടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ നശിച്ചു പോകാനുള്ള ഒരു കാര്യവും നിങ്ങളുടെ ലീഡേഴ്സ് പറയില്ല. നിങ്ങളെ വളർത്തിയാൽ മാത്രമേ ഉള്ളൂ അവർക്കും വളരാൻ കഴിയുള്ളൂ എന്നുള്ളത് ഈ പ്ലാൻ വരച്ചിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അത് പ്ലാൻ വരച്ച് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഒരുപാട് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് അടുത്തടുത്തടുത്ത് പ്രോഗ്രാമുകൾ കയറിയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ഒരു ഗ്രാമിൽ ഇരിക്കുമ്പോൾ നമ്മളെ ലെഫ്റ്റും റൈറ്റും എത്ര പേര് നമ്മളെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ മാത്രം ഇരുന്നത് കൊണ്ടോ നമ്മൾ മാത്രം പഠിച്ചത് കൊണ്ടോ ആയില്ല. നമ്മൾ ഇരിക്കുന്ന കൂടെ, നമ്മൾ പഠിക്കുന്ന കൂടെ, നമ്മളെ കൂടെ
പഠിക്കാൻ പറ്റിയ ആളുകളെ നമ്മൾ കൂടെ ലെഫ്റ്റും റൈറ്റും ഓരോ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും നമ്മൾ നോക്കുക, എന്റെ കൂടെ എത്ര പേര് വന്നിട്ടുണ്ട്, എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇത്ര പേര് വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നിന്ന് ഇത്ര പേര് വന്നിട്ടുണ്ട്, 10 പേര് വന്നിട്ടുണ്ട്, 10 പേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എപ്പോഴും നോക്കി നോക്കി അവരെ ലെഫ്റ്റും റൈറ്റും എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരോട് ചോദിക്കുക, സാറേ ഞാൻ എന്റെ ലെഫ്റ്റും റൈറ്റിൽ നിന്ന് 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ ലെഫ്റ്റും റൈറ്റിൽ നിന്ന് എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു റൂബി റാങ്കിലുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുക, നിങ്ങളെ ലെഫ്റ്റും റൈറ്റിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അത് ഇടക്കിടക്ക് ചോദിക്കുക. അപ്പൊ അവരെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടാവും, ശരിയാണല്ലോ എന്റെ ടീമിൽ നിന്ന് ആരും വന്നില്ലല്ലോ, ഞാനാണല്ലോ പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന കൂടെ നമ്മളെ കൂടെ ആളുകളെ ഇരുത്താനും അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കൂടെ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവരിലൂടെ അവരെ പഠിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പഠിക്കാൻ നോക്കാതെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ കൂടെ വന്ന ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി പഠിക്കുക. കാരണം നമ്മൾ അങ്ങനെ പഠിക്കുമ്പോഴേ ഉള്ളൂ നമുക്കത് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാല് അത് കുറച്ചുകൂടി റിസ്ക് കൂടിയ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് പഠിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അതിന്റെ കണ്ടന്റുകൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് അത് ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് വലിയൊരു ലീഡർഷിപ്പിലേക്ക് ഇതിലെ ഓരോ അംഗങ്ങളും നമ്മുടെ ഫാത്തിമ മോള് മുതല് എല്ലാ ആളുകളും വലിയ വലിയ ലീഡർഷിപ്പിലേക്ക് എത്താനും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു